അടുക്കളപ്പണി തുടങ്ങുവാണ്. വൈകുന്നേരത്തെ അടുക്കളപ്പണിയാണ്. രാവിലത്തേക്ക് ചെറുപയർ വേവിച്ചിരിപ്പുണ്ടായിരുന്നു, ഒന്ന് ചൂടാക്കി കഴിക്കണം. ഇനി കുറച്ച് ഉപ്പുമാവ് ഇരിപ്പുണ്ട്, ചൂടാക്കി അമ്മയ്ക്ക് കഴിച്ചോളൂ അമ്മ. ഇതാണ് ചക്കപ്പഴം ഇച്ചിരി ഉണ്ടായിരുന്നു, അതൊന്ന് വരട്ടാൻ വെച്ചേക്കുക. ഇന്ന് ഹോസ്പിറ്റലിലല്ല, രാവിലെ ലീവ് എടുക്കാനായിട്ട് ESIയിൽ പോയേക്കുമായിരുന്നു അവൾക്ക്. ഇച്ചിരി ശർക്കര ഇട്ട് ഉഴുക്കാൻ വെച്ചേക്കണതാണ്. ഇച്ചിരി വേവിച്ചിട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ ചക്കടയ്ക്ക് ടേസ്റ്റ് കാണില്ല. നല്ലപോലെ വരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് വേവിച്ചിട്ട് വേണം. ചൂടായി കഴിയുമ്പോഴത്തേനും ഉപ്പുമാവ് നല്ലപോലെ ഇങ്ങനെ ഉടഞ്ഞു വന്നോളൂ. പിന്നെ ചോറുണ്ട്. വൈകുന്നേരം മുളക് ബജി മേടിച്ചുകൊണ്ട് വന്നായിരുന്നു, അത് കഴിച്ചുകൊണ്ട് എനിക്ക് ഇപ്പോൾ വിശക്കുന്നില്ല. അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഒരപ്പത്തം പറ്റിയ അടുപ്പത്ത് വെച്ചിട്ട് അടപ്പ് വരുന്നു. ചക്കപ്പഴത്തിൻ്റെ മണം വരുന്നുണ്ട്, കരിഞ്ഞ മണം എന്ന് ഓർത്തുകൊണ്ട് അടുക്കള വന്ന് നോക്കിയപ്പോൾ തന്നെ അത് കരിയാൻ തുടങ്ങിയായിരുന്നു. പിന്നെ സാരമില്ല, ഇനി വരട്ടി കഴിയുമ്പോഴത്തേനും പൊടിയിട്ട് ഇളക്കുമ്പോഴത്തേനും അങ്ങനത്തെ ഉണ്ടെങ്കിൽ അങ്ങ് പെറുക്കി കളഞ്ഞാൽ മതി, നമ്മളല്ലേ തിന്നുള്ളൂ. അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് അമ്മ പഴം ഇരിപ്പുണ്ട്, ഉപ്പുമാവും പഴവും കഴിച്ചോളൂ. ചെറുപയർ കഴിക്കാം. ജാനിക്കുട്ടി തിന്നുമോ എന്ന് ചോദിച്ചു നോക്കാം. ഇത് ചീത്തയായി പോണതിന് മുമ്പേ, കേടായി പോണതിന് മുമ്പ് അങ്ങ് കഴിച്ചിട്ട് അവൾക്കും വേണമെങ്കിൽ കൊടുക്കാം. ഇന്നത്തേക്ക് ചെറുപയർ ഞാൻ തിന്നുമ്പോൾ ഇഷ്ടമില്ലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു ശകലം പഞ്ചസാര അതിൻ്റെ മേലേക്ക് ഇടുക. കുറച്ച്, ഒത്തിരി വേണ്ട. എല്ലാ സ്പൂൺ എടുക്കുമ്പോഴും ശകലം കിട്ടാം. വെട്ടി വരുന്നു നോക്കണി. ഇച്ചിരി ബീഫ് കഞ്ഞി, പിള്ളേരുടെ ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചക്കയുടെ ഉണ്ടാക്കിയായിരുന്നു, അത് ചൂടാക്കാൻ വെച്ചേക്കുന്നു. ജാനിക്കുട്ടി തൻ്റെ അവിടെ നിൽക്കുന്നു. ബീഫ് വാങ്ങിച്ചു, അതിൻ്റെ മണം അടിച്ചിട്ട് നിൽക്കുവാണ് ജാനിക്കുട്ടി. ഇന്നാളൊരു ദിവസം അവൾക്ക് 2 കഷ്ണം കൊടുത്തായിരുന്നു. അതിൻ്റെ ഓർമ്മയിൽ അവൾ നിൽക്കണമെന്ന് തോന്നുന്നു. ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. അരപ്പ്, ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാ സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് തിരിഞ്ഞെടുത്തേക്കാം. അതിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കും. എന്നതാടാ
ഓ അതിനെ കൂവി കൂവി നേരം വെളുപ്പിച്ചതും പോരാഞ്ഞിട്ട് ഇനിയും കുളിക്കുകയും ചെയ്യും. നിറയെ കരിവേപ്പിലയൊക്കെ ഇട്ടിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട. കഴിഞ്ഞ ദിവസം ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പോലും മെത്തി വെള്ളമായിരുന്നു. ശകലം വെള്ളം ഒഴിച്ചേക്കാം. എന്താണോ നമ്മൾ ചിലപ്പോൾ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് കരിയാനുള്ള ചാൻസ് ചിലപ്പോൾ ചില ദിവസം അങ്ങനെ പറ്റും. അതുകൊണ്ട് ജാനിക്കുട്ടി വേവിച്ചിട്ട് അമ്മ തരാം കേട്ടോ. കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ പണി തീരൂല. ഒരു വിസിലടിച്ചിട്ടൊരു 3-4 വിസിൽ തീ കുറച്ച് വെച്ചിട്ട് വേവിക്കണം. ചോറിന് വേവ് കൂടുതൽ, അതുകൊണ്ട് കുറച്ച് സമയം വേവിക്കാം. ഇതുണ്ടോ ഒരു സാധനം കുത്തി വേവിച്ചിട്ട് തരാം കേട്ടോ. വേവിച്ചിട്ട് തരാം. ബാ വയസ്സിക്കുന്നുണ്ടോ വെച്ചാൽ നമ്മൾ തരാലോ. പൊന്നിന് തരാലോ. 2 വയസ്സിനുണ്ട്. എന്നാ പോരെ 2 വയസ്സിനും പച്ച തിന്നാൻ പാടില്ല. ഞാൻ ഇച്ചിരി കാൺമശി കൂടുതൽ കരി തേച്ച് വെച്ചിട്ടുണ്ടാവും. നമുക്ക് മുഖത്ത് കരി തേച്ച് വെച്ചേക്കുക. ഇതുണ്ടോ ജാന് കയറിയിരിക്കുന്നത്. പൊട്ടൊക്കെ വരച്ച് വെച്ചേക്കണ കൊല്ലണ്ട. മാതല ജാനക്കുട്ടി എന്റെ പൊന്നെ കേറി അങ്ങ് കിടക്കുവാ മുഖത്ത്. ഇനി ഇവിടെ ഇരുന്നേക്കാം. ബെല്ലാച്ച് കിടക്കണ കാണാൻ